ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നുള്ളത് വാസണ്ണൻ്റെ കൂടെയാണ്. കഴിഞ്ഞ ദിവസം സിയോൺ സിറ്റിയിൽ നിന്ന് ടി വിയെ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സിറ്റിയിൽ നിന്ന് ഇറങ്ങി ഇനി സിറ്റിയിൽ കളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്, അതിനുള്ള ഫുള്ളായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ആ ഒരു ചെറിയൊരു പോർഷൻസ് മാത്രമേ ഇതിലുള്ളൂ. ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അണ്ണൻ്റെ ലൈവിൽ പോയാൽ കിട്ടുന്നതായിരിക്കും. ഏതായാലും അണ്ണൻ്റെ ലൈവിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫുള്ളായിട്ട് കാണുന്നവർക്ക് ഡയറക്റ്റ് ലൈവിൽ പോകുന്നതാണ്. അതിൽ നമുക്ക് ആ സ്പെസിഫിക് ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് ഇവിടെ കാണിക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഒരുപാട് നാൾക്ക് ശേഷം ഒരു 10-20 പേരെ ഞാൻ റേഡിയോയിൽ ഇന്ന് കണ്ടു. അല്ല, ഇപ്പം കഴിഞ്ഞ വാറുകളിലൊക്കെ 18-19 പേരൊക്കെ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഇന്ന് ഒരു അർജന്റ് മീറ്റിംഗ് വിളിച്ചപ്പോൾ എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും എത്തിക്കണല്ലോ. എല്ലാവരുടെ അടുത്തായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സിയോണിക്സിന്റെ അടുത്ത് നിന്ന് ഒരു സന്ദേശം വന്നിട്ടുണ്ട്. അവിടെ ഇരുന്നേടാ, ചാടി കേറാടാ, ഇരുന്നേ പറഞ്ഞേക്ക്. അപ്പൊ സിയോണിക്സിന്റെ അടുത്തുനിന്ന് നമുക്കൊരു സന്ദേശം വന്നിട്ടുണ്ട്. നമ്മള് ഇതാരാണ് വെടി വെക്കുന്നേ? അപ്പൊ സിയോണിക്സിന്റെ അടുത്തുനിന്ന് നമുക്കൊരു സന്ദേശം വന്നിട്ടുണ്ട്. സന്ദേശം എന്താന്ന് വെച്ചാൽ, നമ്മള് മെയിൻലി സിയോണിക്സ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ RP സെർവർ ഇതൊരു RP സെർവർ ആണ്. ഇവര് അവിടെ ഇവിടെ RP ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവരിവിടെ RP ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ടിവിയെ വന്നതിന് ശേഷം സിയോൺ സിറ്റി കോമ്പറ്റീറ്റീവ് ആയി മാറി. എല്ലാവർക്കും TV അടിക്കണം, ആളാവണം, എല്ലാവരുടെയും മുമ്പിൽ മറ്റേ ഷൈൻ ചെയ്യണം എന്നുള്ളൊരു തോട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. സോ ഇപ്പോൾ ഇവിടെ ഒരു RP സെർവർ അല്ല, ഇത് RP ഓറിയൻറ്റഡ് സെർവർ അല്ല. നമ്മൾ കളിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് സിയോണിക്സ് സ്കൈ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ RP ആണ് കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യണത് എന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മളോട് അവർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം. കാരണം നമ്മുടെ ഇതിൻ്റെ പ്രഷറൊന്നും അവർക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്ന്. നമ്മുടെ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ളവർക്ക് താങ്ങാൻ പറ്റണില്ല. പിന്നെ നമ്മളുമായിട്ട് സിറ്റുവേഷൻ എടുക്കുമ്പോൾ ബാക്കിയുള്ള ഗ്യാങ്ങുകളിലെ മെമ്പേഴ്സിന് വ്യൂവർഷിപ്പ് കുറവായതുകൊണ്ട് അവർക്ക് ഫ്രസ്ട്രേഷൻ വരുന്നുണ്ടെന്ന്. അതായത് നമുക്ക് വ്യൂവേഴ്സ് ഉള്ളതുകൊണ്ട് നമ്മളെ വ്യൂവർഷിപ്പ് ആൾക്കാർ ഓരോ അതും ഇതൊക്കെ പറയുന്നത് കൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ വരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ സിറ്റിയിൽ നിന്ന് എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം എന്നാണ് സിയോണിക്സ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മള് അങ്ങനെ ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ അവരായിട്ട് തന്നെ മൊത്തമായിട്ട് നിർത്താനായിരുന്നു പ്ലാൻ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുവരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, അല്ലേ? അപ്പൊ നമ്മളായിട്ട് മാറിക്കൊടുക്കുമ്പോ ഇത് ഫുൾ RP ആവുമല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ബ്രോ ഡിസിഷൻ ആണിത്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ എടുക്കുന്ന ഡിസിഷൻ അൺഫെയർ ആണെന്ന്. അല്ല, ഇന്നലെ കുറെ പേര് ഫാൽക്കന്റെ ഡിസിഷൻ എടുത്തപ്പോ TVയെ താങ്ങിയാലാണ് ഇവിടുത്തെ അഡ്മിൻസ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇവിടെ ആരും താങ്ങിയിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ആരെയും താങ്ങേണ്ട ആവശ്യമില്ല. ഇവിടെ ആർക്കൊക്കെ ബാൻ കിട്ടിയിട്ടുണ്ടോ? 22 ദിവസം ബാൻ മേടിച്ച് വെളിയിൽ നിന്ന ആളാണ് ഞാൻ. എനിക്ക് ഇതിനകത്ത് ആരെയും താങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്കും ഇല്ല. അത് സിയോണിക്സിനും ഇല്ല, ഇവിടുത്തെ സിയോൺ സെർവറിനും ഇല്ല. പക്ഷെ ഈ ഡിസിഷൻ ഞങ്ങൾക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി. അതായത് അവർ പറയണമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ കണ്ടന്റ് ഇറക്കുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് പൊളിയുന്നെന്ന്. അല്ല, കറക്റ്റ് കാര്യം പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു OG സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പണ്ട് മുതൽ ഇവിടെ കളിക്കുന്നവരെ. സോ നമുക്കിപ്പോൾ ഒരു ഫെയർ ആയിട്ടൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് അവരെ ഭയങ്കരമായിട്ട് വെറുപ്പിക്കേണ്ടി വരും എന്നുള്ളൊരു ഇതാണ്. അതായത് ഫെയർ ആയിട്ടൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് അവരെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ അപ്പൊ അങ്ങനെ ഒരു ഫെയർ ആയിട്ടൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പല ബന്ധങ്ങളും അവരുമായിട്ടുള്ള ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം വരുന്നുണ്ട്. സോ
നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് RP കളിക്കാതെ ഒരു തുറന്ന സെർവറും ഒരു 30 സ്ലോട്ടും തന്നാ നമുക്കത് മതി. ഇത്രേ ഉള്ളൂ. ഇല്ല അതൊന്നും പറയണ്ട. ലൈക്ക് ഇതാണ് നമ്മുടെ അടുത്തുനിന്ന് സിയോണിക്സ് അറിയിച്ചിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ, ബാക്കിയൊക്കെ ഗൈസ് സ്കൈ എന്തുവെന്ന് വെച്ചാൽ നിങ്ങളോട് വന്ന് പറയും. ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല. അത് ആരും ആരുടെയും താങ്ങി നിൽക്കാൻ വേണ്ടി ഞങ്ങൾക്കും താല്പര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് എവിടെയാണെങ്കിലും കളിക്കാനുള്ള ഒരു ഇതാണ്. സ്കൈയുടെ ഡിസിഷൻ, ഞങ്ങൾ ആരെയും ഇവിടെ ഒരു കുറ്റവും പറയാനില്ല. ഞങ്ങൾക്ക് ബാക്കിയുള്ള സെർവറിൽ നിന്ന് ഇറങ്ങിയതുപോലെ പലയിടത്തും പല ഇഷ്യൂസും ആയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇത്രയും നാൾ ഇവിടെ ഹോസ്റ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു. ബഗ്മാൻ്റെ അടുത്തും സ്കൈയുടെ അടുത്തും ബാക്കി സിയോൺ സിറ്റിയുടെ എല്ലാ ഡെവലപ്പേഴ്സിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക് യു. നമുക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. നിങ്ങൾ തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് ഇതൊരു അൺഫെയർ ഡിസിഷൻ ആണെന്ന്. സ്കൈ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഞങ്ങളുടെ സിയോൺ സിറ്റിയിൽ നിന്ന് എടുക്കുന്ന ആദ്യത്തെ അൺഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണെന്ന്. ആദ്യത്തും അവസാനത്തും. അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് വേറെ ഒന്നും പറയാനില്ല ബ്രോ. ഞങ്ങൾ കാരണം ഇനി സിറ്റിയിൽ മറ്റേ കൊല്ലങ്ങൾ കൊണ്ട് കുത്തിയിരുന്ന് മറ്റേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചീത്ത വിളിച്ചവന്മാർക്കും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇത് പറഞ്ഞവന്മാർക്കും വ്യൂവർഷിപ്പ് കിട്ടുന്നില്ല എന്നുള്ള ഫ്രസ്ട്രേഷനിലുള്ള അവന്മാർക്കൊക്കെ ഞങ്ങൾ കാരണം ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്താ വെച്ചാൽ ചെയ്തോളാം. ആൻഡ് ഇത്രയും നാളെ നമ്മളിവിടെ അക്കോമഡേറ്റ് ചെയ്തതിന് താങ്ക് യു. സാറൊക്കെ അതായത് നമുക്ക് ഈ കേസിൽ ഒരു ഹേറ്റുമില്ല, ഒരു കാര്യമില്ല. കാരണം അവര് തന്നെ തുറന്ന് പറഞ്ഞു ഇതൊരു അൺഫെയർ ഡിസിഷൻ ആണെന്ന് അവർ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല. കാരണം അവര് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടല്ല നമ്മൾ ഇവിടെ നിന്ന് കളിച്ചതും. സോ നമുക്ക് നമ്മളായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ദയവേദി ഇതിന്റെ പേരിൽ ആരും ഹേറ്റ് ഉണ്ടാക്കാനും നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരും പോകണ്ട. നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ ഇത്രയും പേരുണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കാൻ പോയി എന്നുള്ളൊരു നാളെ ഒരു ബ്ലെയിമും കൂടെ നമുക്ക് കേൾക്കാൻ വയ്യ. കുറെ സെർവറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നം ഇല്ലാതെ ഇറങ്ങണം എന്നുണ്ട്. ഈ ഒരു നമ്മളെടുത്ത ഒരു ഡിസിഷനിൽ എല്ലാവരും കുറച്ച് റെസ്പെക്ട് തരണം. അതുകൊണ്ട് നിങ്ങളായിട്ട് ഇതിൽ കുറെ കാര്യങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ തെറി വിളിക്കാനോ ഒന്നും പോകരുത്. മെയിനൊരു കാര്യം പറയാം. ഇവിടെ ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ഫാൽക്കണിന്റെ ബാൻ ഇട്ട സമയത്ത് അവന്മാർക്ക് കുറച്ച് ചീത്തവിളിയൊക്കെ വന്ന്, അത് ആരായിരിക്കും അയച്ചതെന്ന് നിങ്ങൾക്കൊക്കെ ഊഹിക്കാമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട് കുറച്ച് ഡൈഹാർഡ് ആയിട്ടുള്ള ഫാൻസും അല്ലെങ്കിൽ ഈ പറയണത് പോലെ TV ഹാർഡ് കോർ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അൺഫെയർ ആയിട്ട് ഡിസിഷൻസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ചെന്ന് ഓരോന്ന് പറയും. പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവർക്ക് TV ഇവിടെ കളിപ്പിക്കാൻ താല്പര്യമില്ല. സോ അവർ പറയണ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുമായിട്ട് സിറ്റുവേഷൻ എടുക്കുമ്പോൾ ബാക്കിയുള്ള പ്ലേയേഴ്സിന് അത് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ കണ്ടന്റ് ഇടുന്നതും നമ്മൾ മറ്റേ ലൈവിൽ പറയുന്നതും. അപ്പോൾ ഇവിടെ ഗൈസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിനു മുമ്പ് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. വേറെ ഏതൊക്കെ ഗ്യാങ്ങുകൾ തമ്മിൽ ഫൈറ്റ് എടുത്താലും ഒരു പ്രശ്നമില്ല. പക്ഷേ TVക്കെതിരെ ആര് ഫൈറ്റ് എടുത്താലും അവർക്ക് കുറച്ച് പ്രശ്നമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഈ വ്യൂവർഷിപ്പാണ്. നിങ്ങൾ ഈ 10,000-10,000 പേരാണ് അവരുടെ പ്രശ്നം. നിങ്ങളുടെ മുമ്പിൽ നാണം കെടുന്നതാണ് അവരുടെ പ്രശ്നം. നിങ്ങളുടെ മുമ്പിൽ നാണം കിടന്നാണ് ഇവരുടെ പ്രശ്നം. ഇവരുടെ മെയിൻ പ്രശ്നം അതാണ്. നിങ്ങളുടെ മുമ്പിൽ ബാക്കി ഏതൊക്കെ ഗ്യാങ്ങുകൾ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോഴും എന്തൊക്കെ തള്ളക്കിവിളിയും ചെത്തക്കിവിളും. ഇവിടെ നിങ്ങളെല്ലാരും ഓർക്കുന്നുണ്ടോ ATX vs Texas? ഓർക്കുന്നുണ്ടോ? ഈ സിറ്റി തന്നെയാണ് അത് പോയത്, ഈ സിറ്റിയിൽ. അപ്പോൾ എല്ലായിടത്തും അത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഞാനിത് ഇവിടുത്തെ അഡ്മിൻസിനല്ല പറയണത്, ഇവരുടെ ബാക്കിയുള്ള ഇവിടെ കളിക്കുന്ന കുറച്ച് ആൾക്കാരുടെ പ്രശ്നം എന്ന് പറയണത് നമ്മുടെ വ്യൂവർഷിപ്പിലുള്ള ആൾക്കാർ എല്ലാവരുടെയും മുമ്പിൽ നാണം കിടുന്നത് അവർക്ക് പറ്റത്തില്ല. അതാണ് ഇവരുടെ പ്രശ്നം. സോ ഞങ്ങൾ കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കാനും ഇതാക്കാനും ഒന്നും ഞങ്ങൾ നടക്കുന്നില്ല. അല്ലെങ്കിൽ ഈ പറയണതുപോലെ ബഗ്ഗിയുടെ അടുത്തും സ്കൈയുടെ അടുത്തുമൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വട്ടം സംസാരിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേറെ തിരിച്ച് ബോധിപ്പിക്കാനൊന്നുമില്ല. എന്ത് ബോധിപ്പിക്കുക? ഞങ്ങൾ എന്ത് പറയാൻ തിരിച്ച്? ഞങ്ങളത് വ്യൂവർഷിപ്പ് ഉള്ളതുകൊണ്ട് ഒരു സിറ്റിയിൽ നിന്ന് ലീവ് ചെയ്യേണ്ടതെന്നോ? എനിക്കിതൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ. വ്യൂവർഷിപ്പ് ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അതൊരു വിഷ്യൂ ആവുന്നു, അല്ലെങ്കിൽ ആയിട്ട് ഫീൽ ചെയ്യുന്നു. അതങ്ങനെ ബാക്കിയുള്ളവർ കണ്ടന്റ് ഇടാറില്ലേ? HF കണ്ടന്റ് ഇട്ടിട്ടുണ്ട്, ടെക്സാസ് കണ്ടന്റ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടന്റ് ഇട്ടിട്ടുണ്ട് നമുക്കെതിരെ. പക്ഷെ നമ്മൾ തിരിച്ചിടുമ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാർ കാണുമെന്നുള്ളത് കൊണ്ട് ഇവർക്ക് എല്ലാവർക്കും പ്രശ്നം. ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. ആൻഡ് താങ്ക് യു. സരക്കെ, നിനക്ക് എന്തെങ്കിലും പറയണമെന്ന് പറയാം. സരക്കെ ചന്ദ്ര
അല്ല എന്താ പറയാൻ ലൈക്ക് ഇത്രയും നാളും നമ്മളെ ഇതുപോലെ ഇത്രയും നാളും കളിച്ച് ലൈക്ക് ഇത് നമ്മൾ വന്ന സമയത്ത് തന്നെ പലർക്കും പല ഇഷ്യൂസും ലൈക്ക് ഫേസ് ചെയ്യേണ്ടിണ്ടായിരുന്നു. എന്താ പറയാ ഇപ്പൊ കുഴപ്പമില്ല, നമുക്കിപ്പോ ഇറങ്ങേണ്ട അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവരെന്നെ പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അല്ല സാർക്ക് ഒരു മിനിറ്റ്, നമുക്ക് ഈ സെർവറിൽ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ നമ്മളോട് വന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ആർപിയുടെയും ബേസിലല്ല, പ്രോപ്പറായിട്ട് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് കുറച്ച് അവരെന്നെ ഞങ്ങളുടെ അൺഫെയർ എന്ന് പറഞ്ഞ് എൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ലൈക്ക് അവരുടെ സൈഡിൽ നിന്ന് എന്തുവാണ് പറഞ്ഞതെന്നുള്ള കാര്യം നമുക്കറിയണമല്ലോ. അപ്പോൾ എന്താ ഞങ്ങൾ എല്ലാം അതിൽ ഞങ്ങളുടെല്ലാം ഇരിപ്പുണ്ട്. സോ അൺഫെയർ ആയിട്ടുള്ള ഡിസിഷനാണ് അവരെടുക്കുന്നതെന്ന് സിയോൺ സിറ്റി ഞങ്ങളുടെ അടുത്ത് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ സിയോൺ എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ RP ഓറിയന്റഡ് സെർവർ ആണെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എനിക്കൊരു എന്താ പറയാ ശരിക്കും കോമഡി ആയിട്ട് എതിരഭിപ്രായം. അത് മാത്രമല്ല, ഇന്നലെ ഈ ദിവസം പറഞ്ഞപ്പോ പോലും നമ്മൾ തിരിച്ചു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എൻഡിങ് RP ചെയ്യണം. സോ നമുക്കൊരു കുറച്ച് ദിവസം നമ്മളൊരു 4 to 5 days എടുത്ത ഒരു എൻഡിങ് RP, കാരണം നമ്മൾ എവിടെ നിർത്തിയാലും ചെയ്യണം എന്നാണ്. പക്ഷെ ആ ഒരു മൈൻഡ് വരെ മാറിയത് കാരണം ഇന്ന് വൈകിട്ട് എന്തോ ഒരു അനൗൺസ്മെന്റ് എന്തോ വന്നായിരുന്നല്ലേ ചന്ദ്ര? അപ്പൊ അതും കൂടെ കണ്ടപ്പോ മനസ്സിലായി പിന്നെ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർ എൻഡിങ് അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അവര് തന്നെ ഇന്നൊരു അനൗൺസ്മെന്റ് എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു, അൺഫെയർ ആയിട്ടുള്ള കുറച്ച് ഡിസിഷൻ എടുക്കാൻ പോവാണെന്ന്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഒന്ന് പറയണം എന്നുണ്ടായിരുന്നു. അതാണ് സാറൊക്കെ പറഞ്ഞോ ബാക്കി. അല്ലേ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഡിസിഷൻ എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മളടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്തിനു പറയാനില്ല. ഡിസിഷൻ അവരെടുത്തു, നമ്മളടുത്ത് പറഞ്ഞു. നമുക്ക് ഇപ്പൊ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്ന് അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. നമുക്ക് എവിടെ ആയാലും ഓക്കെയാണ്. നമുക്ക് ഫെയർ ആയിട്ട് കുറച്ച് ഇപ്പൊ അവര് അൺഫെയർ ആയിട്ട് ഡിസിഷൻ എടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞു. ഇനി മുമ്പോട്ടും ഇനി അൺഫെയർ ആയിട്ടുള്ള ഡിസിഷൻ ആണ് എന്തായാലും കിട്ടാനും പോണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇനിയിപ്പോ വലിയ താല്പര്യം ഇല്ല അവിടുന്ന് ഇറങ്ങാനായിട്ട്. അവരെന്നെ പുറമെ ഇറങ്ങാൻ കിട്ടിയ ചാൻസിലൊക്കെ ഇറങ്ങുക, അത്ര മറ്റേ അങ്ങനെ അവിടെ തന്നെ പിടിച്ച് തോന്നി നിൽക്കേണ്ട ആവശ്യമൊക്കെ ഇല്ല. അത്ര ഒറ്റ കാര്യം കൂടെ അതായത് മലയാളി, പക്ഷേ ഈ ഒരു സിറ്റി വന്നതിന് ശേഷം ഒരൊറ്റ ഗ്രൗണ്ട് സപ്പോർട്ടോ ഒരു തേങ്ങയും ഇല്ലാതെ ഇവിടം വരെ ഗ്രൈൻഡ് ചെയ്ത് വരാൻ പറ്റിയെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഇല്ലാതെ നമ്മൾ നമ്മുടെ മാത്രം കാര്യം നോക്കിയും ചെയ്തും മീൻസ് അഡ്മിൻസിന്റെ ആണെങ്കിലും ബാക്കി ഒരു സപ്പോർട്ടും ഇല്ലാതെ ഗ്രൈൻഡ് ഫുൾ ഫ്രം ദ സ്ക്രാച്ച് നമ്മളൊരു അടിപൊളിയായിട്ട് നമ്മള് ഒരു സ്ക്രാച്ചിന് ഒരു സാധനം ബിൽഡ് ചെയ്തെടുത്ത് അത് 16 വാർ കളിച്ചു നമ്മള്. 4 എണ്ണമാണ് നമ്മൾ മൊത്തം തോറ്റത്. അത് ശരിക്കും നമ്മൾ ഈ സിറ്റിയിൽ 16 വാർ മൊത്തത്തിൽ കളിച്ചതിൽ ഒരു 4 എണ്ണം തോക്കുക എന്ന് പറഞ്ഞാൽ അതിലേക്ക് വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല. എല്ലാ ഗാങ്സും ഈ പറയണത് പോലെ ഉണ്ട്. നമ്മൾ 2 എണ്ണം HF-നെതിരെ തോറ്റു, 1 എണ്ണം സാമ്രാജ്യത്തിനെതിരെ തോറ്റു, 1 എണ്ണം ടെക്സാസിനെതിരെ തോറ്റു. ആൻഡ് എല്ലാവരും നന്നായിട്ട് കളിച്ചു, എല്ലാവർക്കും വെൽ പ്ലേഡ്. ആൻഡ് ഞങ്ങൾക്ക് ഈ സിറ്റിയിൽ നിങ്ങളുടെ ഒരാളുടെ അടുത്തും പേഴ്സണൽ ഗ്രഡ്ജും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഈ സിറ്റിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കളഞ്ഞിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെയാണ് ഫാൽക്കൻ്റെ പെർമനന്റ് ബാൻ ലിഫ്റ്റ് ചെയ്യാൻ ഞാൻ സിയോണിൽ പോയി പറഞ്ഞിട്ടുണ്ട്. അത് അവർ ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ അവരുടെ ഇത് ബാക്കി അവരുടെ കയ്യിലാണ് ഡിസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കത് അറിഞ്ഞുകൂടാ. ഇത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ കാരണം ഒരു ഗ്യാങ് ഡിസ്മാൻഡിൽ ആവുക എന്നുള്ളത് കാര്യം ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് ടെക്സാസ് ഡിസ്മാൻഡിൽ ആവുന്നതിനോട് ഞങ്ങൾക്ക് എതിരഭിപ്രായമുണ്ട്. അതുകൊണ്ട് അവർ ഫാൽക്കണെ തിരിച്ച് കയറ്റിക്കോട്ടെ. ഫാൽക്കണെ തിരിച്ച് കയറ്റാൻ തന്നെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. എനിക്ക് വേറെ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഇവിടെ കുറച്ച് പേര് ബാക്ക് ടു TKRP എന്ന് പറയുന്നുണ്ട്. അണ്ടി വെട്ടി കടലിറങ്ങിയാലും അങ്ങോട്ട് വരാൻ താല്പര്യമില്ല. കൗണ്ടർ കിട്ടില്ല. പല പട്ടിണി കിടന്ന് ചാവ് പോണെന്ന് പറഞ്ഞ് വിഷം കുടിക്കാൻ പറ്റുമോ? കൗണ്ടറിന്റെ വിഷയം ബാബുസേട്ട് വിഷയം നിനക്ക് വിശപ്പുണ്ടല്ലോ അന്ന്. അവിടത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇനി എവിടെ പോയാലും അവിടെയും വിരലല്ലേ ഉള്ളു. ഇങ്ങനെ ഈ അഡ്മിൻസ് താങ്ങി എന്ന് പറഞ്ഞ് ഇനി വിരൽ. ഞാൻ ഇന്ന് നോക്കിയപ്പോഴില്ല അണ്ണാ, മറ്റേ വേറൊരു സിറ്റിയിലുള്ള മറ്റേ ഊമ്പാച്ചനുണ്ടല്ലോ, അവൻ പറയുന്നത് നമ്മളെ താങ്ങി അടക്കും പാൽക്കാട്ട് അൺഫെയർ ആണ്. ഞാൻ നോക്കിയപ്പോ ഊമ്പാച്ച അവിടുന്ന് പറയുന്നു. അറിയില്ലല്ലോ നമ്മള് അഡ്മിൻസുമായിട്ട് യാതൊരു വിധം ഒന്നും ഇല്ലെന്ന്. പിന്നെ കൊമ്പനല്ലേ ഊമ്പാച്ചെന്ന് അറിയുന്നത്. എന്നിട്ട് നമ്മളോട് പറയും നമ്മളാണ്
ആക്കുന്നതെന്ന്. വേറെ സെർവറിൽ നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് വെളിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെങ്ങനെ ഇവിടുത്തെ അഡ്മിൻസ് ആയിട്ട് എന്തെങ്കിലും കോൺടാക്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ട ഇത് വരുമോ നമുക്ക്? ആൾക്കാരൊക്കെ വെറുതെ അങ്ങ് പറയുക. ഒരാളെ അൺഫെയർ ആയിട്ട് ഒരുത്തൻ വന്ന് ഇതുപോലെ പേര് മെൻഷൻ ചെയ്ത ഒരുത്തന് പെർമനന്റ് ബാൻ കൊടുത്തപ്പോ പറയുവാണ് ഈഗിള് വേണ്ട. ഞാൻ കണ്ടൻസിനകത്തൊക്കെ കമന്റുകളൊക്കെ കാണണം കേട്ടാ, ഈഗിള് വേണ്ട രീതിയിൽ കണ്ടെന്ന് സിയോണിക്സിനെ. അതെ ഞാൻ കൊണ്ടുപോയി മറ്റേ എണ്ണ ഇടിച്ച് കുടിച്ചു നിർത്തി. അല്ല കൊറേ എണ്ണ കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ അവസ്ഥ, അവരെ മൈൻഡ് ഒക്കെ എത്ര ചുമ്മാ എല്ലാ കാര്യത്തിലും അങ്ങ് നമ്മളെ മറ്റേ ഇതാക്കാനാണ്. ഒരു ഭയങ്കര ശോകമാണ്, ഭയങ്കര ശോകമാണ്. ഒരുമാതിരി ഈ നമ്മള് ഇപ്പൊ വ്യൂവർഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇതുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ക്ലെയിം ചെയ്തുകൊണ്ട് നടക്കുന്നൊന്നുമില്ല എന്നും. ബാക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ബാക്കിയുള്ളവന്മാർക്ക് ഫ്രസ്ട്രേഷൻ വരുന്നെന്ന് പറഞ്ഞാൽ അവന്റെയൊക്കെ കഴിവുകേടാ. വർഷം ഇത്രയായിട്ട് ഒരു എങ്ങും എത്താതിരിക്കണ ഈ മറ്റേ സുമതി അമ്മയെ പോലത്തെ അവന്മാരല്ലേ, അവന്മാരൊക്കെ ഫ്രസ്ട്രേഷൻ ആണിത്. അല്ലാതെ വേറെന്താ? അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുള്ളൂ. വ്യൂവർഷിപ്പ് ഉള്ള ആൾക്കാർക്കെതിരെ കളിക്കാൻ പറ്റത്തില്ലെന്ന്, അത് അവരെ മെന്റലി ബാധിക്കുന്നെന്ന്. അതുകൊണ്ട് നമ്മൾ മാറിക്കൊടുക്കണം. അല്ല അത് നമ്മൾ അങ്ങോട്ട് പോയണോ ഇല്ല വിളിച്ചോണ്ട് അതാ ഞാൻ പറയണേ. അല്ല ഈ തെറി കേൾക്കുന്നു എന്ന് പറയുന്ന പ്ലേയേഴ്സ് ഉണ്ടല്ലോ, അവരൊന്നും ചെയ്യണില്ലേ? എന്തിനായിരിക്കും ആൾക്കാർ തെറി വിളിക്കുന്നേ? അവനൊക്കെ രാമായണോ എന്നെ സ്ട്രീമിൽ പറയുന്നത്? സത്യം പറയുമ്പോ എല്ലാം പറയണമല്ലോ. ടെക്സാസിലുള്ളവന്മാർ ഇന്നലെ എന്റെ വൈഫിന്റെ പേര് വരെ എടുത്ത് വെച്ച് മെൻഷൻ ചെയ്ത് ഇന്നലെ വൈകുന്നേരം ഇരുന്ന് DC-യിൽ ഇരുന്ന് ഇതിട്ടത് ചീപ്പ് പരിപാടി. സീരിയസ് ആയിട്ട് ഞാൻ പറയാ, ഇവരുടെ എല്ലാം വിചാരം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മാത്രം പറയുമ്പോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ആൾക്കാർ കേൾക്കുന്നത് കൊണ്ട് നമ്മൾ പറയണത് മാത്രം മിസ്റ്റേക്ക്. വ്യൂവർഷിപ്പ് ഇല്ലാത്ത സ്ട്രീമിൽ എന്തും പറയാന്നാണോ? അതെന്തിന് കഴിവുകേടാണ് ബ്രോ നിങ്ങളുടെയൊക്കെ. ഇത് കാണുന്നുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെയൊക്കെ കഴിവുകേടാ. 5 വർഷമായിട്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെയൊക്കെ കഴിവുകേടാ. 3 വർഷം മുന്നേ ഓസിയിലുള്ള കാര്യം പറഞ്ഞു തുടങ്ങിയവരാണ് മറ്റവൻ. ഏത് എന്റെ കാര്യം മുതല് ഓർമ്മ ഉണ്ടോ? ഒരു മാറ്റമില്ല, കുണം പിടിക്കത്തുമില്ല. അവ ഒരിക്കലും കുണം പിടിക്കത്തുമില്ല. കുണം പിടിക്കുമ്പോഴെ കാണുമ്പോൾ ചൊറിച്ചില് മാറത്തുമില്ല. ഈ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയാം, ഞാൻ RP സ്ട്രീം ചെയ്ത് തുടങ്ങിയത് എന്റെ ചാനലിൽ 30 വാച്ചിങ് ഉള്ളപ്പോഴാ. ഞാൻ അവിടുന്നാ തുടങ്ങിയത്. എല്ലാരും അവിടുന്നാ തുടങ്ങണേ നോർമലി. നിങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ കഴിവുകേടാ ബ്രോ. അത് കഴിവുകേട് തന്നെയാണ്. ഇംപ്രൂവ് ചെയ്യാൻ ഡു സംതിങ്, എന്തെങ്കിലും ചെയ്ത് ഇംപ്രൂവ് ആയി വാ. സ്ട്രീമിങ് വെറുതെ ഗൺ പവറിലല്ല ആൾക്കാർ കാണുന്നത്. ആൾക്കാർ വാച്ച് ചെയ്യാനിരിക്കുന്നത് വെറുതെ നിങ്ങൾ രണ്ടുപേരെ അടിച്ചിട്ടു എന്ന് പറഞ്ഞ് ഫുൾ ടൈം കാണാനിരിക്കത്തില്ല. നിങ്ങളുടെയൊക്കെ കഴിവുകേടാണത്. അത് അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് ശരിക്കും ഒന്ന് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർക്ക് നമ്മളെ അടിച്ചിടുമ്പോൾ എക്സ്പോഷർ അല്ലേ കിട്ടുന്നേ? സത്യം പറഞ്ഞ ഗൈസ്, നിങ്ങളുടെയൊക്കെ മുമ്പിൽ എക്സ്പോഷർ അല്ലേ ഇവർക്കെല്ലാം കിട്ടുന്നേ? അത്രേ ഉള്ളൂ, അവർക്ക് പേര് കിട്ടും, അത്രേ ഉള്ളൂ. ഒന്നും പറയാനില്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്തുകൊണ്ട് ഇല്ല എന്നാണ് മനസ്സിലാവാത്തത്. സ്കൈ പറഞ്ഞ റീസൺ ആണ് ഇത് ആരൊക്കെയാണ് പോയി കംപ്ലൈന്റ്സ് പറഞ്ഞേക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. സ്കൈ നമ്മുടെ അടുത്ത് പറഞ്ഞ റീസണിൽ മെയിൻ ഒരു റീസൺ ഇതാണ്. നമ്മൾ കണ്ടന്റ്സ് ഇടുന്നതും നമ്മൾ സ്ട്രീമിൽ പറയണതും ഹ്യൂമിലിയേഷൻ ചെയ്യണത് പോലെ അവർക്ക് തോന്നുന്ന രീതിയിലാണ് പറയണതെന്ന്, അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ തിരിച്ച് നമ്മുടെ തന്തയുടെ പേര് പറയാം, തള്ളയുടെ പേര് പറയാം, എല്ലാം പറയാം. ഒരു തിരിച്ച് കണ്ടന്റില്ല അതെ കണ്ടന്റിൽ വരെ ഇതാക്കാം, ഒരു പ്രശ്നവും ഇല്ല.